എല്ലാവർക്കും നമ്മുടെ ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഒരു ക്യാമറ ട്രൈ ക്യാബിനാണ്. നമ്മൾ മുമ്പ് ഒരു 2 റാക്കുള്ള ഒരു ക്യാമറ ട്രൈ ക്യാബിൻ ഉണ്ടാക്കിയിരുന്നു. അപ്പൊ അത് കണ്ടിട്ട് എന്റെ സുഹൃത്ത് നമ്മുടെ സുന്ദരി ഓട്ടോയുടെ നെടുമ്പള്ളി വില്ലീസിന്റെ ഒക്കെ വീഡിയോ ചെയ്ത ജോജി ഇവിടെ കട്ടപ്പന 20 ഏക്കറിൽ മെമ്മറി സ്റ്റുഡിയോ നടത്തുന്നുണ്ട്. അപ്പൊ ജോജിക്ക് വേണ്ടിയിട്ട് ജോജിയുടെ ക്യാമറ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റുഡിയോയിലേക്ക് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ക്യാമറ ട്രൈ ക്യാബിനാണിത്. അലൂമിനിയം കോമ്പോസിറ്റ് പാനൽ വെച്ചിട്ടാണ് ഇതിന്റെ ബോഡി ഫുള്ള് ഉണ്ടാക്കി എടുത്തിരിക്കുന്നത്. ഇതിന്റെ മെക്കാനിസം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ പവർ കോഡ് ഉണ്ട്. AC സപ്ലൈ ആണ് കൊടുക്കേണ്ടത്. നമുക്ക് കണക്ട് ചെയ്തിട്ട് സ്വിച്ച് ഓൺ ചെയ്താൽ ഇതാണ് മെയിൻ പവറിന്റെ സ്വിച്ച്. ഈ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് വർക്ക് ചെയ്യാൻ ആരംഭിക്കും. 42 ഡിഗ്രി സെൽഷ്യസിലേക്ക് ഇതിന്റെ ഒരു ഹീറ്റിംഗ് കമ്പോണന്റ് ഹീറ്റ് ആയി കഴിയുമ്പോഴത്തേക്കും അത് ഓട്ടോമാറ്റിക് ആയിട്ട് കട്ട് ഓഫ് ആവും. 38 ഡിഗ്രിക്ക് താഴത്തേക്ക് പോകുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് അത് ഓൺ ആവുന്ന രീതിയിലൊക്കെയാണ് ഇതിന്റെ ആ ഒരു ബോർഡ്, തെർമോ റെഗുലേറ്റിംഗ് ബോർഡ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ അഡീഷണൽ ആയിട്ട് ഒരു LED സ്വിച്ചും കൂടെ ഉണ്ട് ഇവിടെ. അതായത് ഒരു ഗ്രീൻ ലൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഈ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ കാണാം ഒരു ഗ്രീൻ ലൈറ്റ് തെളിയുന്നത്. അത്യാവശ്യം ഒരു ക്യാമറയും ഒരു 4-5 ലെൻസും വെക്കാനുള്ള സ്പേസ് ഇതിൻ്റെ അകത്ത് ധാരാളമായിട്ടുണ്ട്. നല്ല എയർ ടൈറ്റ് ആയിട്ടാണ് ഇതിന്റെ ലോക്കിംഗ് സിസ്റ്റം ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്ക് കാണാം ഈ ഒരു കമ്പോണന്റ് ആണ് ഇതിന്റെ ഹീറ്റിംഗ് കമ്പോണന്റ്. അതായത് നമ്മുടെ ഈ മോസ്കിറ്റോ റിപ്പല്ലന്റ് കോയിലൊക്കെ ഉണ്ടല്ലോ, ഇലക്ട്രിക് കോയിൽ, അതിന്റെ ആ ഒരു മെഷീൻ വാങ്ങിയിട്ട് ആ മെഷീൻ്റെ അകത്ത് ഒരു കോപ്പറിന്റെ ഒരു ഹോളോ ആയിട്ടുള്ള ട്യൂബ് സെറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ഹീറ്റിംഗ് കമ്പോണന്റ് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. അതിന് തൊട്ടടുത്ത് തന്നെ ഒരു എക്സോസ്റ്റ് ഫാൻ ഉണ്ട്. 12 വോൾട്ട് എക്സോസ്റ്റ് ഫാനാണ് വെച്ചിരിക്കുന്നത്. അതായത് ഇതൊരു സിമ്പിൾ മെക്കാനിസം ആണ്. ഇതിന്റെ അകത്ത് മോയ്സ്റ്റ് എയർ ഉണ്ടെങ്കിൽ ഹീറ്റിംഗ് കമ്പോണന്റ് ഹീറ്റ് ആവുന്നതനുസരിച്ച് അങ്ങോട്ട് ഒരു വായു സഞ്ചാരം ഉണ്ടാകുകയും ഈ മോയ്സ്റ്റ് എയർ അങ്ങോട്ട് സക്ക് ചെയ്തെടുക്കുകയും ഈ ഒരു എക്സോസ്റ്റ് പുറത്തുണ്ട്, ആ പുറത്തുള്ള എക്സോസ്റ്റ് വഴി ആ മോയ്സ്റ്റ് എയറിനെ വലിച്ചു കളയുന്നത്. ഇതാണ് അതിന്റെ ഒരു സിമ്പിൾ ആയിട്ടുള്ള മെക്കാനിസം. നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് പുറത്ത് ആ ഒരു 2 സെൻസർ ഉണ്ട്. പുറത്തുള്ള ഒരു ഡിജിറ്റൽ തെർമോമീറ്ററിനും പിന്നെ ഇതിന്റെ അകത്തുള്ള തെർമോസ്റ്റാറ്റിന്റെ ഒരു 2 സെൻസറുകളുണ്ട്. അകത്തിരിക്കുന്ന ആ ഒരു തെർമോസ്റ്റാറ്റിന്റെ സെൻസർ കറക്റ്റ് ആയിട്ട് സെൻസ് ചെയ്യുകയും ഇത് ഓട്ടോ കട്ട് ഓഫ് ആവുകയും സ്വാഭാവികമായിട്ടും ഓൺ ആകുകയും ചെയ്യുന്നത്. ഇപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് കട്ട് ഓഫ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ടെമ്പറേച്ചർ കുറയുന്ന അനുസരിച്ച് ഇത് ഓട്ടോമാറ്റിക്കലി ഇത് ഓൺ ആകും. ഇതിന് 2 ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട് പൊക്കി എടുക്കാൻ വേണ്ടി. ഏകദേശം ഒരു 18 കിലോയോളം വരും ഇതിന്റെ തൂക്കം. അപ്പൊ ഇതാണ് ഒരു എക്സോസ്റ്റ്. ഇതിന്റെ മോയ്സ്റ്റ് എയർ വലിച്ചു കളയുന്ന ഒരു സ്പേസ് ഇതാണ്. ഈ ഒരു പാർട്ട് പവർ കോഡ് ജസ്റ്റ് റോൾ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ വെക്കാം.